നമസ്കാരം, വെൽക്കം ടു നിഷിതാസ് ക്യുസീൻ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മാങ്ങ കൊണ്ട് നല്ലൊരു ഡിസേർട്ടാണ്, മാംഗോ ശ്രീഖണ്ഡ്. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. ആദ്യം മാംഗോ പൾപ്പ് ഉണ്ടാക്കണം. ഞാനിവിടെ ഒരു അൽഫോൺസോ മാംഗോ തൊലി കളഞ്ഞ് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് അരച്ചെടുക്കാൻ വേണ്ടി മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ഇതിനി നന്നായി അരച്ചെടുക്കാം. മാങ്ങ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനി മാറ്റി വെക്കാം. ഇനി ഹങ്കേർഡ് വേണം. ഞാനിവിടെ 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. ഇത് ഹങ്കേർഡ് ആക്കാൻ വേണ്ടി ഒരു തുണിയിലേക്കിട്ട് വെള്ളം പിഴിഞ്ഞ് കളയണം. ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിന്റെ മേലെ ഒരു അരിപ്പ വെച്ച് ഇതിന്റെ മേലെ ഡ്രൈ ആയിട്ടുള്ള ഒരു കോട്ടൺ തുണി വിരിച്ചു കൊടുക്കാം. ഇതിലേക്ക് എടുത്തു വെച്ച് തൈര് ഒഴിക്കാം. ഇനി ഈ തുണി ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് ഇതിന്റെ വെള്ളം പിഴിഞ്ഞ് കളയാം. ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് ഇതിന്റെ മേലെ എന്തെങ്കിലും വെയിറ്റ് ഉള്ള ഒരു സാധനം കുറച്ച് ഒരു 4-5 മണിക്കൂർ വെച്ചാലും മതി. ഇപ്പം ഒരുവിധം ഇതിന്റെ വെള്ളം പിഴിഞ്ഞ് കളഞ്ഞിട്ടുണ്ട്. ഇത് അരിപ്പന്റെ അടിയിൽ വെള്ളം കണ്ടോതാ, ഇത്ര വെള്ളം പിഴിഞ്ഞ് കളഞ്ഞിട്ടുണ്ട്. ഇതിനി തുറന്നെടുക്കാം. ഇതിപ്പം ഇത്ര കട്ടിക്കുള്ളത് ഇതാ. ഇത് പറ്റുമെങ്കിൽ കുറച്ചും കൂടെ വെള്ളം പിഴിഞ്ഞെടുത്താൽ നല്ലത്. കുറച്ചും കൂടെ ഡ്രൈ ആയിട്ട് എടുക്കണമെങ്കിൽ ഇതിങ്ങനെ അടച്ചു വെച്ച് ഈ തുണീന്റെ മേലെ ഒരു വെയിറ്റ് വെച്ച് 1-2 മണിക്കൂർ വെച്ചാൽ മതി. അപ്പം കുറച്ചും കൂടെ ഡ്രൈ ആയിട്ട് കിട്ടും. നിങ്ങൾ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്തോ. ഇതിനി വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഹങ്കേർഡ് എല്ലാം ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് മധുരത്തിന് വേണ്ടുന്നത്ര പൊടിച്ച പഞ്ചസാര ചേർക്കാം. ഞാനിപ്പം 4 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇത് കുറച്ച് പഞ്ചസാര മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒരു കുറച്ച് സെക്കൻഡ്സ് അടിച്ചെടുത്താണ്. ഇനി ഒരു വിസ്ക് കൊണ്ടോ സ്പൂൺ കൊണ്ടോ ഇത് നന്നായി അടിച്ചെടുക്കാം. ഇതിപ്പം നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ മിക്സിയിൽ മാങ്ങ അരച്ചെടുത്തത് ചേർക്കാം. ഇത് വീണ്ടും നന്നായി അടിച്ചെടുക്കാം. ഇതിപ്പോ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇത് ഒരു നുള്ളു കുങ്കുമപ്പൂ ഒരു 2 ടീസ്പൂൺ ചൂടുവെള്ളത്തിൽ 10 മിനിറ്റ് കുതിർത്ത് വെച്ചാണ് ഇതിലേക്ക് ചേർക്കാം. ചൂട് പാലിൽ കുതിർത്ത് വെച്ചാലും മതി. ഇത് അടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഇത് ജാതിക്കയും കറുവപ്പട്ടയും കൂടെ പൊടിച്ച പൊടിയാണ്. ഇത് 1/4 ടീസ്പൂണിന്റെ പകുതി ഉണ്ട്. ഇത് ചേർക്കാം. ഇതിന് പകരം ഏലക്കപ്പൊടി ചേർത്താലും മതി. ഇത് അടിച്ചെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ ശ്രീഖണ്ഡ് റെഡിയാണ്. ഇതിന് ഒരു ബൗളിൽ സെർവ് ചെയ്യാം. ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടാ കഴിക്കേണ്ടത്. അപ്പം കുറച്ചുകൂടെ കട്ടിയാവും. ഇതിന്റെ മേലെ കുറച്ച് മാങ്ങ മുറിച്ചതിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. കുറച്ച് ബദാം മുറിച്ചത് ഇടാം. കുറച്ച് പിസ്ത മുറിച്ചത് ഇടാം. ഒരു നുള്ളു കുങ്കുമപ്പൂവും കൂടി ഇട്ടാൽ നല്ലുണ്ടാവും. നല്ല ടേസ്റ്റ് ആണ്. ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.